ഇന്നില്ലേ ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. നമ്മുടെ കുഞ്ഞാവൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ, ഫസ്റ്റ് ബർത്ത്ഡേ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ബർത്ത്ഡേക്ക് ഒരു പ്രത്യേകത കൂടി കേട്ടോ. അതായത് കുറേ നാളായി ഞങ്ങളോട് ഇങ്ങനെ എല്ലാവരും ചോദിക്കുന്നത് വാവേൻ്റെ പേരെന്താന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ വാവേൻ്റെ പേരും കൂടി ഇടാൻ പോവാണ് കേട്ടോ. നെയിം റിവീലിംഗ് കൂടി ഉണ്ട്. അപ്പോൾ വാവേൻ്റെ പേര് അറിയണം, അങ്ങനെ കുറേ ആൾക്കാർ ചോദിച്ചവരൊക്കെ ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. അപ്പോൾ പേര് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, മറക്കാതെ. പിന്നെ അങ്ങനെ ഭയങ്കര വലിയ ഫംഗ്ഷനൊന്നുമല്ല, ഒരു കുഞ്ഞു ഫംഗ്ഷനാണ്. കുറച്ച് റിലേറ്റീവ്സ് എല്ലാം വന്ന് അങ്ങനെ ഞങ്ങളൊരു സന്തോഷം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയാണ്. ഇവിടെ തൊട്ടടുത്ത് ശ്രീകൃഷ്ണ ടെമ്പിൾ ഉണ്ട്. അപ്പോൾ ഞങ്ങളവിടെ പാതിരിപ്പറ്റ ശ്രീകൃഷ്ണ ടെമ്പിളിൽ പോയിട്ട് വരുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ആരെല്ലാം ഉണ്ടായെന്ന് വെച്ചാൽ ഇപ്പം ഞാനും കുഞ്ഞാവനെ കാണുള്ളൂ. ചാച്ചുവും സനുവും ഉണ്ടായിരുന്നു. അവർ സ്കൂട്ടിയിൽ അവർ വീട്ടിലേക്ക് പോയി. പിന്നെ ക്യാമറേൻ്റെ പിറകിൽ ശ്രേയാണ്, വീട്ടിൽ റോഷിയുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ പറഞ്ഞ പോലെ തന്നെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ശ്രേയ, അപ്പം നമ്മൾ ബർത്ത്ഡേന്റെ പരിപാടികളെല്ലാം എന്താന്ന് പറ? നെയിം റിവീൽ ചെയ്യുന്നു, കേക്ക് മുറിക്കുന്നു. പിന്നെ അതിന് നമുക്ക് ഡ്രസ് കോഡ് ഉണ്ട്, എന്തെന്ന് പറ? യെസ്, നീലയും വെള്ളയും, ബ്ലൂവും വൈറ്റും ആണ്. പക്ഷെങ്കിൽ ശ്രേയൻ്റെ അടുത്ത് ഇല്ല, അവളിപ്പോൾ വൈറ്റ് ഇട്ട്. പിന്നെ ഇത് അധികം അവള് ഇല്ലല്ലോ ഇട്ടതല്ലേ, അതുകൊണ്ട് അവൾ വേറൊരു ഡ്രസ്സാണ് ഇടാൻ പോകുന്നത്. പിന്നെന്താ, പിന്നിപ്പോൾ ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ടാവും അല്ലേ. നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്കും അമ്പലത്തിൽ പോയി വരുമ്പോഴത്തേക്കും കുറച്ചാളെല്ലാം ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വേഗം പോവാം. യെസ്, ആ ഇച്ചിരി കൂടെ ബിഗ് ആക്കോ പൊന്നെ. കെട്ടിയത് ചാച്ച വെച്ച് നോക്കട്ടെ, കെട്ടി വെച്ച് നോക്കട്ടെ. ചുരുട്ടി വെച്ചത് അങ്ങനെ അമ്മച്ചു പോയി. സാരമില്ല. ഞങ്ങള് ഡെക്കറേഷനിലുള്ള പരിപാടിയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ അമ്മച്ചി, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഞങ്ങളെ റിലേറ്റീവാണ്. ഇനി മുന്നത്തെ ഒരു വീഡിയോയിലുണ്ടായിരുന്നു ഇങ്ങേച്ചി നിളഞ്ഞ വരെ വീടെല്ലാം കാണിച്ചു വീഡിയോ ചെയ്താണ് കുറേ കാലം മുന്നേ. ഇത് എൻ്റെ മാമി, അതായത് ശ്രേയൻ്റെ അമ്മയാണ് കേട്ടോ. പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇത്രനേരം ബലൂൺ ഊരാൻ വേണ്ടിയിട്ട് എല്ലാവരും ടയേർഡായിട്ട് അപ്പുറത്തേക്കൊക്കെ പോയി. ഇനി വേഗം ഇതെല്ലാം ഒട്ടിച്ചിട്ട് അപ്പോഴത്തേക്ക് എല്ലാവരും വരും കേട്ടോ. പിന്നെ തലശ്ശേരിയിൽ നിന്ന് മേമ്മയും അവരെല്ലാം വരും. പിന്നെ എൻ്റെ അമ്മയും പപ്പയെല്ലാം വരും. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോഴത്തേക്ക് വേഗം ഞങ്ങളെല്ലാം റെഡിയാക്കട്ടെ. എല്ലാവരും വന്നു കേട്ടോ. മേമയെല്ലാം വന്നേ. ഇതാണ് എൻ്റെ അമ്മമ്മ കേട്ടോ. ഇവിടുത്തെ അമ്മമ്മ മേമേൻ്റെ അടുത്തായിരുന്നു തലശ്ശേരി. അപ്പൊ ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നു. ഞങ്ങൾ ഡെക്കറേഷൻ ചെയ്തിട്ട് സത്യം പറഞ്ഞ എന്നാ സംഭവം എന്ന് വെച്ചാല് എല്ലാം ആരുമില്ല ആക്കാൻ വേണ്ടിട്ട്, നിഖിലൊന്നും ഇല്ല ഇന്ന്. പിന്നെ വാവ എല്ലാരും പുറത്താഴും. അപ്പം ഞങ്ങൾ ആവുന്ന പോലെ ഞങ്ങൾക്ക് ഉണ്ടാവുന്ന പോലെ ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്യുന്നട്ടോ. ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നത്. അപ്പൊ ഞാൻ പിന്നെ ഡ്രസ്സെല്ലാം മാറ്റിയേ. എങ്ങനെയുണ്ട്, നമ്മുടെ കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഡ്രസ്സ് എടുക്കാൻ പോയത് കേട്ടോ. അപ്പൊ ഇതെങ്ങനെയാണ് കുഞ്ഞാവന്റെ ഇതിന് ബർത്ത്ഡേന്റെ ഡ്രസ്സ്. രസമുണ്ടോന്ന് അറിയോ? പിന്നെ എന്താ പറയാൻ വന്നു വെച്ചാല് ഞങ്ങൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്ന. പിന്നെ എൻ്റെ പപ്പ അമ്മയെല്ലാം വന്നു. പിന്നെ ഡെക്കറേഷനെല്ലാം ഏകദേശം റെഡിയായി. നെയിമിങ് സെറിമണീന്റെ സംഭവങ്ങളെല്ലാം ഏകദേശം റെഡിയായി. പിന്നെ ചാച്ചു ഞങ്ങളെ റെഡിയാക്കാൻ പോകുന്ന ചാച്ചുവിന്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. ചാച്ചു ഇനിയിപ്പൊ സ്റ്റോറി പറഞ്ഞുതരുമെന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു ഇപ്പൊ സ്റ്റോറി പറയാൻ പറ്റിയ സമയമാണ്, ഇപ്പൊ പറഞ്ഞുതരാന്ന് നമുക്കുള്ളത്. അതാ, ഇതാണ് അവളെ സ്കേർട്ടും പിന്നെ ഇത് മേലെയുള്ള ടോപ്പും. പിന്നെ അവക്കൊരു ഷോളും കൂടി ഉണ്ട് ഇതിന്. അതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു. ഇതിന്റെ ഷോള് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു ചാച്ചിന്. അപ്പൊ അതെല്ലാം ഇട്ടെടുത്തിട്ട് കുഞ്ഞാവന്റെ ഡ്രസ്സ് ഇതാ. അവനൊരു വെള്ള പാന്റും പിന്നെ ഒരു ടീഷർട്ട് പിന്നെ ഒരു കോട്ട് ഇട്ടാ. കുഞ്ഞാവൻ അത് കോട്ട് ഇട്ടാ. ചാച്ച ഭയങ്കര വായനയാണ്. എങ്ങനെയുണ്ട് ചാച്ചിന്റെ ഡ്രസ്സ്? ചാച്ച നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കാലോ. ഷോള് നോക്ക്, ഷോള് ഏറ്റവും മെയിൻ കേട്ടോ. ഷോൾ ഇട്ട് കൊടുക്ക, ഷോള് താഴ്ന്നിട്ടാ കേട്ടാ. നല്ല രസമുണ്ട്, നോക്കട്ടെ ചേട്ടേ. അമ്മോ കാണിച്ച്. അതിന് നമുക്ക് മേക്കപ്പ് ഇടാം. അടുത്ത് നമ്മൾ മേക്കപ്പിലേക്ക് കിടക്കുന്നതാണ് കേട്ടോ. ബാച്ച് ഐലൈനറും
പൊട്ടും കേട്ടല്ല. ചാച്ചിന് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ മേക്കപ്പ് എല്ലാം ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവൾക്ക് ഐലൈനർ ഇട്ട് കൊടുക്കും. പിന്നെ വേറെ അധികം മേക്കപ്പ് ഇടൊന്നുമില്ല. ഇന്ന് വേണമെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വേണമെങ്കിൽ കുറച്ച് മേക്കപ്പ് ഇടാം അല്ലേ? വേണോ? കുറച്ചിട്ടോട്ടെ. പ്രിയന്റെ അഭിപ്രായം കുറച്ചിട്ടോ. നമുക്കൊരു ലിപ്സ്റ്റിക് ഇടാം. ഇനി പൊട്ട് വെക്കാലോ നമുക്ക്. പൊട്ട് മതി 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 അങ്ങനെ തന്നെ വെക്കണേ. ശ്രേയ ചേച്ചിയും റിയ മാമയും കൂടിയിട്ട് ചാച്ചിന് ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മളെ വാവേന്റെ കോട്ട്. ഇനിയിപ്പോ അത് ബർത്ത്ഡേന്റെ കറക്റ്റ് സമയത്ത് ഇടാനേ പറ്റുള്ളൂ. കാരണം കുറെ സമയമൊന്നും അവനൊന്നും ഇട്ട് നിൽക്കൂല. സുന്ദരിയായിനോ? രാധയ്ക്ക് ഇഷ്ടായില്ലേ ചാച്ചു? പോവാ താഴേക്ക് വാ. നമ്മളെ ഡെക്കറേഷൻ എങ്ങനെയുണ്ട്? രസമുണ്ടോ? ഇതാണ് കേക്ക്. എല്ലാം സെറ്റ് ആക്കുന്നു. അപ്പൊ കുഞ്ഞാവന്റെ പേരെന്താന്ന് കൊറേ നാളായിട്ട് എല്ലാരും ചോദിക്കുന്നത്. പേരെന്താന്ന് നോക്കാം അല്ലേ? നോക്കി പറയൂ. മൊത്തം പറഞ്ഞു ഒന്ന് ഫിനിഷ് ആക്കാതെ തട്ടിക്കൊടു. എല്ലാരും അടുത്തേക്ക് അടുത്തേക്ക് കൈ കൃഷിയും യശ്വർ. കൃഷിയും യശ്വർ കൃഷ്ണനും ശിവനും. അതാണ് കൃഷി. യശ്വർ എന്ന് പറഞ്ഞാല് ബ്രേവ്. അപ്പൊ ഇനി കേക്ക് മുറിക്കല്ല. എന്നുവെച്ചാ കേക്കിന് പേരുണ്ടായിരുന്നേ. അപ്പൊ അതുകൊണ്ട് പേര് കാണണ്ടെന്ന് വെച്ചിട്ടാണ് വെച്ചത്. പേര് തുറക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി അച്ഛനും പിടിക്കട്ടെ. തൊട്ടിക്കില്ലട്ടാ. വേണ്ട. തൊപ്പി എടുക്കാത്തേക്കനെ. തൊപ്പി സത്യം പറഞ്ഞ ഈ കാര്യം തൊപ്പി എല്ലാരും ഇത് ഞങ്ങളുടെ മേമയാണ് കേട്ടോ. തലശ്ശേരിത്തെ മേമ. ഞാൻ എപ്പോഴും പറയുന്നത് റിയന്റെ അമ്മ. അമ്മച്ചി ഐസ്ക്രീം കഴിക്കുന്നത്. കുഞ്ഞാവ് ഐസ്ക്രീം തരുമോ ചോദിക്കുന്നത്. ഇച്ചിരി ഐസ്ക്രീം തരുമോ ചോദിക്കുന്നത്. അത് താ. തെന്നില്ലടാ. ഐസ്ക്രീം കഴിച്ചുവിട്ട പൊന്നെ. വാവയുടെ എന്തോ കാര്യമായിട്ട് ഇപ്പൊ ചെയ്യണ്ടേ. വാവയും റോഷിയും എന്നാ പരിപാടി? നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. അപ്പൊ ഇവിടെയാണ് ഐസ്ക്രീം വിതരണം. ഇത് രണ്ടും എന്റെ അമ്മേന്റെ അനിയത്തിമാരാട്ടാ. ഒരു കാര്യം കാണിച്ചിട്ട് എല്ലാവരും ഇവിടെ ഇരുന്നാ ഭക്ഷണം കഴിക്കുന്നത് കണ്ട. ഞാൻ അങ്ങോട്ടേക്ക് പോയി ആരും ഭക്ഷണം കഴിക്കൂല. അതുകൊണ്ട് നല്ല സൈഡോടെ എടുത്തതാ. എന്റെ പപ്പയും അമ്മയും ഇരിക്കുന്നു. എന്റെ പപ്പയും അമ്മ എന്നെ കളിയാക്കുന്നുണ്ടോ? ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ പപ്പ കളിയാക്കാൻ തുടങ്ങും. പപ്പ എങ്ങനെയുണ്ട് ഫുഡ്? നല്ലാണോ? എന്താ വാവയും അജിയേട്ടനും വിളമ്പും. മാമൻ അമ്മേൻ്റെ അനിയനാണ്. ശ്രേയൻ്റെ അച്ഛൻ റോഷി, ശ്രേയൻ്റെ ഏട്ടൻ. ഇപ്പം നമ്മൾ കഴിക്കട്ടെ കേട്ടോ. ഇത് സനുവിൻ്റെ
ഫ്രണ്ടാണ് നൃപൻ. പിന്നെ ഇത് ചാച്ചിന്റെ ഫ്രണ്ട്. ഇനി മുതൽ രണ്ടാളും ഒരു ക്ലാസ്സിലാണ്, ഒരേ സ്കൂളിലാണ്. അപ്പം ചാച്ചി ടാറ്റ കൊടുക്ക്. അവരിറങ്ങാൻ പോകുന്നതാണ്. നവമി എന്നാണ് പേര്, വാമി എന്നാ വിളിക്കുക. ചാച്ചി ടാറ്റ ഉണ്ടോ? ഇവര് ഫ്രണ്ട്സ് അങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. ഇപ്പൊ സ്കൂളിലെല്ലാം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേ? അച്ഛനെ പോലെ തന്നെ മത്സരിക്കും, അതുപോലെ ആയിരിക്കും. അപ്പൊ ടാറ്റ പൊന്നെ, ബൈ, സീ യു. ഓക്കെ റോബൻ, ടാറ്റ. ടാറ്റ. എവിടെയാ പോന്നു? പയ്യന്നൂർ പോണ്ടോ? ഒന്ന് ബേബിനെ കൊണ്ടുപോയിക്കോ. എന്നാല് അവനാണെങ്കിൽ കാറ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇഷ്ടമാ. ഇനി വരുമോന്നാണ്. എന്നാ പോയിട്ട് വാ. ടാറ്റ ബൈ. എന്നെ നോക്കുന്നില്ല ബേബി. ചാച്ചി പയ്യന്നൂർ പോന്നാ പപ്പേന്റെ കൂടെ? ആ, ഓൻ റെഡി. ഓന് കാറ് പോകാൻ ഭയങ്കര ഇഷ്ടാ കുഞ്ഞാവക്ക്. ചാച്ചുവിനും അതെ. ചാച്ചു പിന്നെ ഇഷ്ടം പോലെ പോയല്ലേ. എഞ്ചു പൊന്നെ പോന്നുണ്ടോ പയ്യന്നൂര്? ഇല്ല. നീ വരുന്നില്ല പൊന്നെ? അതാ പിക്കപ്പ് ആക്കുന്നാടോ എന്നിട്ട് പപ്പേനെ നോക്കുന്ന. വാ പോവാ. അമ്മേന്റെ കൂടെ വന്നോ? അച്ഛനെടുത്താ വരും. അച്ഛനെടുത്താവുമ്പോ കുറച്ചും കൂടെ നിൽക്കും. ആ ഭാഗ്യം വന്നു. നോക്കമ്മേ. ടാറ്റാ. ടാറ്റാ. അങ്ങനെ അവര് പോയി. എല്ലാരും ഇറങ്ങാൻ തുടങ്ങുന്ന ഒരു ഉമ്മ എടുക്കും തന്നെ. അമ്മമ്മ എല്ലാരും വീട്ടിലിറക്കിയിട്ട് ശ്രേയെല്ലാം തലശ്ശേരി പോവും. അമ്മമ്മേന്റെ ഇവിടെ തറവാട്ടിലിറക്കിയിട്ട് ഇപ്പൊ എല്ലാരും ഇറങ്ങുന്ന. മഴയാണ്, മഴ കറക്റ്റ് സമയത്ത് തന്നെ മഴയാ. ടാറ്റ കൊടുക്കാലോ. ടാറ്റാ. പിന്നെ ഇപ്പൊ നല്ല മഴയാട്ടോ. അപ്പോൾ എല്ലാവരും പോയി. പിന്നെന്താ വിശേഷം? ഭയങ്കര ടയേർഡായി എല്ലാവരും. പിന്നെ കുഞ്ഞാവെല്ലാം ഉറങ്ങുന്ന, ചാച്ചുവെല്ലാം ഉറങ്ങുന്ന. വൈകുന്നേരമേ ഉള്ളൂ, അവരെല്ലാം ടയേർഡായതുകൊണ്ട് ഉറങ്ങുന്ന. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ നിഖിലിനെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല ആരും. അപ്പോൾ എവിടെ പോയി എന്ന് വിചാരിക്കണ്ടോ, നിഖിലിൻ്റെ അടുത്തൊരു റിലേറ്റീവ് മരിച്ചിട്ട് അവന് വരാൻ പറ്റിയില്ല കേട്ടോ. അപ്പം നിഖിലുണ്ടെങ്കിൽ അവൻ കുറേ ഓടി നടന്ന കാര്യങ്ങളെല്ലാം ചെയ്യാനും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിലെല്ലാം ഓടി വരുവേനും. അപ്പോൾ അവന് വല്ലാണ്ട് മിസ് ചെയ്തിട്ടോ. പിന്നെന്താ പറയാനുള്ളത്, നമ്മൾ പിറന്നാളിന് വന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ വന്നത് മാത്രമല്ല, പിന്നെ അജിയേട്ടനും വാവയും അങ്ങനെ കുട്ടൻ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. നമ്മൾ മാമൻ എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ഓടിച്ചാടി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അപ്പോൾ ആ വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.